കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആർക്കിടെക്ചർ CST 202ൻ്റെ പുതിയ സിലബസ്, അതായത് CST 202 എന്ന് പറയുന്നത് പുതിയ സിലബസാണ്. അതിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മോഡ്യൂളിന് 2 പാർട്ടായിട്ടാണ് നമുക്ക് ഉള്ളത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളിതൊക്കെ പറയണത്. കാരണം നന്നായിട്ടത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓടിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസ്മെൻറ്റ് എപ്പോഴും നന്നായാൽ ബാക്കിയുള്ള നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓരോ ടോപ്പിക്കും ഫണ്ടമെൻ്റൽസ് ആണ്. യു ഹാവ് ടു ഗെറ്റ് ദ ഫണ്ടമെൻ്റൽ ഐഡിയ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ദ ഫോളോയിങ് സബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ സിലബസ് ഇതാണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് സിലബസ്. 2 പാർട്ടാണുള്ളത്. ബേസിക് സ്ട്രക്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ഫസ്റ്റ് പാർട്ട്. ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെക്കൻഡ് പാർട്ട് എന്നുള്ളത് ബേസിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അവിടെയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബേസിക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഏതൊക്കെ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്? ദർ ആർ സം എംപെഡഡ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ നേരെ തലകുത്തനെയാണ് എല്ലാം പറയുന്നത്. അതായത് എംപെഡഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹയർ എൻഡ് സിറ്റുവേഷൻസ് ആണ്. കമ്പ്യൂട്ടേഴ്സ് ആർ എംപെഡഡ് ഇൻ ടു അപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻ ലെവലിൽ കമ്പ്യൂട്ടേഴ്സ് വരുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ എംപെഡഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺസ്, നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, വെഹിക്കിൾസ്, ഓട്ടോമേഷൻസ്, പല ടൈപ്പ് ഓഫ് ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഓട്ടോമേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നുണ്ട്. ആ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസസിനെയൊക്കെ നമുക്ക് എംപെഡഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. അത് പ്യുവർ കമ്പ്യൂട്ടർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു ക്ലിയർ ഡെഫിനിഷൻ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ എല്ലാ സ്മാർട്ട് സിസ്റ്റത്തിനകത്തും ഒരു കമ്പ്യൂട്ടർ കിടപ്പുണ്ട്. ഇനി അടുത്തത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി പേഴ്സൺസ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ്. അതൊരു പർട്ടിക്കുലർ അപ്ലിക്കേഷന് വേണ്ടിയിട്ടല്ല. ഹൂ ഈസ് യൂസിങ് ദാറ്റ് പർട്ടിക്കുലർ കമ്പ്യൂട്ടർ ഡിഫൈൻസ് ദാറ്റ് കമ്പ്യൂട്ടർ. അതാണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പല ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, വർക്ക് സ്റ്റേഷൻ കമ്പ്യൂട്ടേഴ്സ്. വർക്ക് സ്റ്റേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വർക്കിന് വേണ്ടി മാത്രം യൂസ് ചെയ്യും. ഇപ്പോൾ പിന്നെ നമ്മുടെ DTPക്കാർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്നത്, ടെക്നീഷ്യൻസ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ്, അങ്ങനത്തെ വർക്ക് സ്റ്റേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ പോർട്ടബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പ്, നോട്ട്ബുക്ക് ടൈപ്പുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സാണ്. ഓക്കെ, ഇനി അടുത്തത് സെർവേഴ്സ് ആൻഡ് എൻ്റർപ്രൈസ് സിസ്റ്റംസ്. അതായത് നമ്മുടെ ലാൻ കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ സെർവേഴ്സ് അല്ലെങ്കിൽ എൻ്റർപ്രൈസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ഇൻഡിവിജ്വൽ, അത് ഏത് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നിർബന്ധമല്ല. ആ പർട്ടിക്കുലർ സെർവറിന്, ആ പർട്ടിക്കുലർ എൻ്റർപ്രൈസിന് ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സെർവർ സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പോൾ കോളേജിലാണെങ്കിൽ കോളേജിലെ ലാബുകളുണ്ടായിരിക്കും. ആ ലാബുകളിനകത്ത് നമ്മളൊരു ഷെയർഡ് എൻവയോൺമെൻറ്റിൽ നമ്മൾ ഒരു സെർവർ വെച്ചിട്ട് നമ്മൾ ഡാറ്റ നമ്മുടെ ഇൻഫർമേഷൻസ് മുഴുവൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇൻഫർമേഷൻസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കണക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ് സെർവർ ആൻഡ് എൻ്റർപ്രൈസ് സിസ്റ്റത്തിനകത്തൊക്കെ വരുന്നത്. അത് പബ്ലിക് ആയിരിക്കാം, പ്രൈവറ്റ് ആയിരിക്കാം കേട്ടോ. ഇനി സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഗ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് കുറേയും കൂടെ സൊഫിസിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ അപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. അത് ഗ്രാഫിക്സ് സിസ്റ്റംസിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻസിന് വേണ്ടിയിട്ട്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെയുള്ള പല അപ്ലിക്കേഷന് വേണ്ടിയിട്ടും ഹയർ എൻഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്നും ഗ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വലിയ അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് ഒരു സിംഗിൾ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നതിന് പകരം അതൊരു ഗ്രിഡിലേക്ക് ഇട്ടിട്ട് ആ ഗ്രിഡ് വഴി പല ആൾക്കാർ വെച്ചിട്ട് നമ്മളൊരു വലിയൊരു അപ്ലിക്കേഷനെ നമ്മൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ സബ്ഡിവൈഡ് ചെയ്തിട്ട് നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വർക്കുകളൊക്കെയാണ് ഗ്രിഡ് കമ്പ്യൂട്ടേഴ്സിനകത്ത് വരുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളതല്ല, ജസ്റ്റ് നിങ്ങൾ ഒന്ന് കേട്ടുവിടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഓക്കെ, ദീസ് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇത് നമുക്ക് പറയാൻ പറ്റില്ല, 3 മാർക്സിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. കാരണം നിങ്ങൾ വെറുതെ മാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചോദിക്കണമെങ്കിൽ ചോദിക്കാവുന്ന കാര്യമാണ്. വാട്ട് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ? ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ദർ വിൽ ബി സം പാർട്സ്
some definite parts of a computer which will be interconnected through some certain type of connections. അപ്പോൾ ഏതൊക്കെയാണ് ആ പാർട്ട് നോക്കാം. There will be always have some input devices so that we can give some instruction to the computer. There will be some output devices so that we can get the results from the computer. There will be some sort of I/O devices also that are the input output devices, like the our touch screen type of devices and all. There will be some memory so that we can save data or store information inside the computer. There will be a main part which is known as the processor, and the processor will be having two big type of parts. One is the ALU, arithmetic and logic unit, and second one is the control unit. So the name computer stands for computing or processing something. All these computing, arithmetic or logical operations will be conducted by the arithmetic and logic unit, and all the processes or happening inside the computer will be controlled or coordinated by a unit called the control unit. So these two units are combinedly known as the central the processing unit of the processor of a computer, and all the others, the memory unit, the I/O devices, will support the computer for the smooth functioning of the processor unit. Okay. ഫങ്ഷൻ യൂണിറ്റ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഇൻഫർമേഷൻസ് ഹാൻഡിൽഡ് ബൈ എ കമ്പ്യൂട്ടർ. നമ്മൾ നോർമലി ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഇൻഫർമേഷൻ? ഫോർ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻസ് ആർ ഓഫ് ടു ടൈപ്സ്. വൺ ഈസ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് സെക്കൻഡ് ഈസ് ദ ഡാറ്റ. കമ്പ്യൂട്ടറിന് രണ്ട് കാര്യങ്ങളെ അറിയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളും ഒരേ ഭാഷയിലാണ് അറിയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് ആകെ ഒരു ഭാഷയെ അറിയുള്ളൂ, ദാറ്റ് ഈസ് ദ ഡിജിറ്റൽ ലോജിക്, ദാറ്റ് ഈസ് എ ബൈനറി ലോജിക്. ആൻഡ് through binary logic we are communicating to the computer with the two ingredients. ആകെ രണ്ട് കാര്യങ്ങളെ കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. വൺ ഇസ് ഡാറ്റ ആൻഡ് ദ സെക്കൻഡ് ഇസ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ കമ്പ്യൂട്ടറിനകത്ത്. അപ്പോൾ ബൈനറി ആയിട്ടാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് ഇതാണ് സാധനം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയുന്നതാണ് ഇതാണ് ചെയ്യേണ്ടത്. നമ്മളിത് രണ്ടും യൂസ് ചെയ്യുന്നത് ബൈനറി വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിൽ ഫണ്ടമെൻ്റലായിട്ട് കയറേണ്ട കാര്യം. വൺസ് ആൻഡ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് അത് ഡാറ്റയുമാണ്, അത് ഇൻസ്ട്രക്ഷനുമാണ്. ചില പ്രത്യേക രീതിയിൽ കൊടുത്താൽ അത് ഇൻസ്ട്രക്ഷനായിട്ട് എടുക്കും, ചില പ്രത്യേക രീതിയിൽ കൊടുത്താൽ അത് ഡാറ്റയായിട്ട് എടുക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ വഴിയെ പറയാം. ഇനി ഡാറ്റ ഒരിക്കലും വൺസ് ആൻഡ് സീറോസ് സിംഗിൾ ബിറ്റുകളായിട്ടല്ല യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടേഴ്സ് വിൽ കൺസിഡർ ഡാറ്റ ആസ് എ ഗ്രൂപ്പ് ഓഫ് bits which is known as words. അത് ഓരോ കമ്പ്യൂട്ടറിൻ്റെയും പെർഫോമൻസ് അനുസരിച്ചിട്ട് വേർഡ് സൈസ് വിൽ ബി വേരിയിങ്. ഓക്കെ, ചില കമ്പ്യൂട്ടേഴ്സിന് പിന്നെ 4 വേർഡ്സ്, ചില കമ്പ്യൂട്ടേഴ്സിന് 4 ബൈറ്റ് ആയിരിക്കും ഒരു വേർഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പറയണത് ടിപ്പിക്കലി 16 ബിറ്റ്സ് തൊട്ടിട്ട് 64 ബിറ്റ്സ് വരെയുള്ള വേർഡുകൾ വരാറുണ്ട്. 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2 ബൈറ്റ്. ബൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. 8 ബിറ്റ് കൂടുമ്പോഴാണ് ഒരു ബൈറ്റ് വരുന്നത്. സോ ഇൻ 16 ബിറ്റ് സിസ്റ്റംസ് ദർ വിൽ ബി 2 ബൈറ്റ്സ് ഇൻ എ സിംഗിൾ വേർഡ്. അപ്പോൾ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓരോ ഉരുള വഴി എടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഓരോ വേർഡ് ബൈ വേർഡായിട്ടാണ് എടുക്കുക. അപ്പോൾ 16 ബിറ്റ് കമ്പ്യൂട്ടറിനകത്ത് 2 ബൈറ്റാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു വേർഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ 2 ബൈറ്റാണ് എടുക്കുന്നത്. അതേസമയത്ത് 32 ബിറ്റിൻ്റെ ഒരു കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു വേർഡ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ആൾ പോന്നിട്ടുണ്ടാവും? 4 ബൈറ്റ് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആ കണക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, കമ്പ്യൂട്ടർ എപ്പോഴും വേർഡ് ബൈ വേർഡായിട്ടാണ് ഡാറ്റ എടുക്കുക. പക്ഷേ ആ വേർഡിന് എപ്പോഴും ഒരേ സൈസല്ല. 16 ബിറ്റിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഒരു വേർഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ 2 ബൈറ്റാണ് പോണത്. 32 ബിറ്റിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഒരു വേർഡ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ബൈറ്റാണ് പോകുന്നത്. പക്ഷേ ഈ ബൈറ്റ് എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. 8 ബിറ്റ് കൂടുമ്പോഴാണ് എപ്പോഴും ഒരു ബൈറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, കമ്പ്യൂട്ടർ ബിറ്റ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. സീറോസ് ആൻഡ് വൺസ് ആണ്. 8 ബിറ്റ് കൂടുമ്പോഴാണ് ഒരു ബൈറ്റ് ഉണ്ടാവുന്നത്. അത് 2 ബൈറ്റോ അതിൽ കൂടുതൽ ബൈറ്റോ ചേർന്നിട്ട് എന്തുണ്ടാവാം? വേർഡ് ഉണ്ടാവാം. അങ്ങനെ തോന്നിയ പോലെ കണക്ഷനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ 2, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 8, അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ 16 തൊട്ടിട്ട് 64 ബിറ്റ് വരെയുള്ള രീതിയിൽ നമ്മൾ ഈ വേർഡിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇനി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഡാറ്റ? നമുക്ക് പല രീതിയിലുള്ള ഡാറ്റ ഉണ്ട് അല്ലേ? അതായത് ഇപ്പോൾ നമ്പേഴ്സ് ഉണ്ട്, ആൽഫാന്യൂമറിക്, നമ്മുടെ കീബോർഡ് വഴി കൊടുക്കുന്ന എല്ലാം ഡാറ്റാസാണ്. അതിന് പുറമെ നമ്മൾ പല ടൈപ്പ് ഡാറ്റ കമ്പ്യൂട്ടറിന് കൊടുക്കാറുണ്ട്. വോയിസ് കൊടുക്കാറുണ്ട്, ഇമേജസ് കൊടുക്കാറുണ്ട്, വീഡിയോ കൊടുക്കാറുണ്ട്, പല പല കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന എന്തിനേയും നമുക്ക് ഡാറ്റയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് നമ്പർ ആവാം, ക്യാരക്ടറിസ്റ്റിക്സ് ആവാം. ഇതൊക്കെ നമ്മൾ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഡാറ്റകളെ നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഡാറ്റാസ് ആർ കൺസിഡേർഡ് ടു ബി ദ ഓപ്പറൻസ്. കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറൻസ് ആണ് നമ്മുടെ ഡാറ്റ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻസ്ട്രക്ഷൻസ്. എന്താണ് ഇൻസ്ട്രക്ഷൻ? നമ്മൾ കമ്പ്യൂട്ടറിനോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ ഹൗ വി വിൽ ടെൽ ദ കമ്പ്യൂട്ടർ ടു ഡൂ സംതിങ്, ദാറ്റ് പർട്ടിക്കുലർ തിങ്, ദ ഇൻസ്ട്രക്ഷൻ is known as the instruction itself. So how we will convey our needs to a computer is known as the instruction. Instruction എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. അത് പല പല ലെവൽസ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിന് ഹാർഡ്വെയർ ലോജിക്കിലേക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുക. with that particular instruction, the computer itself will be generating some certain types of control logic, control signals, some timing signals with which the computer will പെർഫോം ദ ഓപ്പറേഷൻ. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ കമ്പ്യൂട്ടറിനോട് നമ്മളൊരു കാര്യം ചെയ്യാൻ പറയുന്ന സമയത്ത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ആ ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ള കമ്പ്യൂട്ടർ ആദ്യം ഡീകോഡ് ചെയ്യും. എന്നിട്ട് അതിന് വേണ്ടിയുള്ള കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാക്കും, അതിൻ്റെ ടൈമിംഗ് സിഗ്നൽസ് ഉണ്ടാക്കും, അതിന് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ചെറിയ ചെറിയ മൈക്രോ ഓപ്പറേഷൻസ് വഴിയാണ് ഏതൊരു വലിയ ഓപ്പറേഷനും കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മെമ്മറി ഉണ്ടാവാം, അതിനകത്ത് IO ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം കേട്ടോ. ഇനി ഇൻസ്ട്രക്ഷൻ ആണ് കൃത്യമായിട്ട് നമ്മൾ ഏത് ഓപ്പറേഷൻ നടത്തണം, ഏത് അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക് ഓപ്പറേഷൻ നടത്തണം എന്നൊക്കെ പറയാം. നെക്സ്റ്റ് വൺ ഈസ് പ്രോഗ്രാം. പ്രോഗ്രാം ഇസ് എ കളക്ഷൻ ഓഫ് സോ മെനി ഇൻസ്ട്രക്ഷൻ. ഒരു പർട്ടിക്കുലർ ടാസ്ക് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീക്വൻഷ്യലി കുറേ ഇൻസ്ട്രക്ഷൻസ് ചേരുമ്പോഴാണ് ഒരു ടാസ്ക് നടക്കുക. സോ ദാറ്റ് പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇസ് നോൺ ആസ് എ പ്രോഗ്രാം. So list of instruction which perform a task is known as a program. Normally it will be stored in a memory. മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത പ്രോഗ്രാംസ് വെച്ച് മാത്രമേ ഒരു കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. The processor will fetch the instruction from the memory one after another. That is a procedure. There will be lot of instruction in a program. The processor will fetch an instruction one by one. ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കുന്നു, അത് ഫെച്ച് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ദർ ആർ 2 ഓപ്പറേഷൻ, ഫെച്ചിങ് ആൻഡ് എക്സിക്യൂഷൻ. ഒരെണ്ണം ഫെച്ച് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അടുത്തത് ഫെച്ച് ചെയ്യുന്നു, വീണ്ടും അടുത്തത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അൺടിൽ ഇറ്റ് വിൽ കം ടു എ ജമ്പ് ഓർ എ ബ്രാഞ്ച്. അതായത് സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ വന്നു പോകും. ഇടയിൽ എവിടെയെങ്കിലും നമുക്ക് എങ്ങടെയെങ്കിലും ജമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ലൂപ്പ് ചെയ്യാനോ ബ്രാഞ്ച് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഓർഡറിൽ നിന്ന് അവിടെ നിന്ന് ജമ്പ് ചെയ്ത് പോകുന്നു, വേറെ എങ്ങടെയെങ്കിലൊക്കെ പോകുന്നു. അതർവൈസ് വി വിൽ ബി കണ്ടിന്യൂസ്ലി സീക്വൻഷ്യലി ടേക്കിംഗ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇതാണ് ഫങ്ഷണൽ യൂണിറ്റ്സിൻ്റെ പ്രത്യേകത. ഇനി ഇൻപുട്ട് യൂണിറ്റ് ഏതൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ബേസിക്കായിട്ട് നമുക്കറിയാവുന്നൊരു ഇൻപുട്ട് യൂണിറ്റ് കീബോർഡാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? മൗസ്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബോൾ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. ഗ്രാഫിക് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. മൈക്രോഫോൺസ് ആർ ഓൾസോ ഇൻപുട്ട് ഡിവൈസസ്. ക്യാമറ, വെബ് ക്യാംസ്, ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, ഇനി മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡാറ്റ എന്ന് പറയുമ്പോൾ ഡാറ്റ മാത്രമല്ല, പ്രോഗ്രാംസ്, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറീസ് ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് എക്സാമിന് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 2 ടൈപ്പ് മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറീനെ നമ്മൾ മെയിൻ മെമ്മറി എന്നാണ് പറയുക. ഈ പ്രൈമറി മെമ്മറിയിലേക്ക് മാത്രമേ ഡയറക്റ്റായിട്ട് പ്രൊസസ്സറിന് ആക്സസ് ഉള്ളൂ. സോ പ്രൊസസ്സറിന് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ഈ പ്രൈമറി മെമ്മറിയിൽ നമ്മൾ കൊണ്ടുവയ്ക്കണം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ബൂട്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഇതാണ്. നമ്മുടെ OS മുഴുവൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹാർഡ് ഡിസ്കിലേക്കാണെങ്കിലും നമ്മൾ ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ നമ്മൾ നമ്മുടെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ
ഓപ്പറേഷൻ നടത്തണം. അപ്പോൾ എന്ത് ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ അത് പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവയ്ക്കണം. അപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ റാം പ്രൈമറി മെമ്മറിയിൽ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് റാം സ്പേസ് കൂടുതൽ ആവുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കൂടുന്നത്. അതായത് നമുക്ക് അത്രയും കൂടുതൽ സാധനം നമുക്കിവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കൂടും. അപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഫാസ്റ്റ് മെമ്മറിയാണ്, നമ്മുടെ സ്പീഡ് കൂടുതലുള്ള മെമ്മറിയാണ്. പ്രോഗ്രാം മുഴുവൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ മെമ്മറിയിലായിരിക്കും. എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് സെക്കൻഡറി മെമ്മറി ആയിട്ട് ബാക്കി പല ടൈപ്പ് മെമ്മറീസ് ഉണ്ടെങ്കിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സാധനത്തിനെ പിടിച്ചിട്ട് നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ കൊണ്ടുവന്ന് വെക്കണം. സോ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ക്യാൻ ബി റിട്ടേൺ ഇൻ ടു ഓർ റീഡ് ഫ്രം ദ മെമ്മറി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ പ്രൊസസ്സർ. മെമ്മറിക്കകത്തുനിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ മെമ്മറിക്കകത്തേക്ക് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാനോ നമ്മുടെ പ്രൊസസ്സറിൻ്റെ അടുത്ത് ആദ്യം അനുവാദം വാങ്ങിക്കണം. ഇനി റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ വൈസ് പറയുകയാണെങ്കിൽ ഇതാണ് ഡെഫിനിഷൻ. അതായത് അഡ്രസ്സ് വെച്ചിട്ട് നമ്മുടെ പ്രൊസസ്സറിന് ഒരു ഡാറ്റേനെ എടുക്കാൻ പറ്റുന്ന മെമ്മറീനെയാണ് നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് അതും പ്രൊസസ്സറിൻ്റെ സ്വന്തം ആളാണ്. അവിടെ കണ്ണടച്ച് കയ്യെത്തി പിടിച്ചാൽ എടുക്കാവുന്ന സ്ഥലത്ത് എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള ഒരു മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. പക്ഷേ അതൊരു വോളട്ടൈൽ മെമ്മറിയാണ്. അതായത് എപ്പോഴാണോ പവർ ഇല്ലാണ്ടാവുന്നത് അപ്പോൾ ഈ സാധനങ്ങൾ മുഴുവൻ പോകും വീണ്ടും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴും നമ്മളത് ബൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈ മെമ്മറിക്കകത്ത് നമ്മുടെ റാമിനകത്തുള്ള ഒരു ഡാറ്റ എടുക്കാൻ പ്രൊസസ്സറിന് എത്ര സമയം എടുക്കണം എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ സ്പീഡ് പറയുക, അല്ലെങ്കിൽ മെമ്മറി ആക്സസ് ടൈം എന്ന് പറഞ്ഞൊരു സാധനം പറയാം. ഇനി അടുത്തൊരാളാണ് ക്യാഷ് മെമ്മറി. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൈമറി മെമ്മറിയുടെ തന്നെ ഭാഗമാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ്. അത് കുറച്ചുകൂടെ സ്മോളർ മെമ്മറിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് നമുക്ക് അടുത്ത ചുറ്റുവട്ടത്തൊക്കെ ആവശ്യമുള്ള ആൾക്കാരെ മുഴുവൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ഒരു സ്ഥലമാണ് ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് മെമ്മറിയിലാണ് ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ എടുത്ത് വയ്ക്കുക. നിങ്ങൾ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ക്യാഷ് ക്ലിയർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ക്യാഷ് ക്ലിയർ ചെയ്യുമ്പോൾ കുറേ സ്പേസ് അങ്ങ് ക്ലിയർ ചെയ്ത പോലെയൊക്കെ കാണിക്കും. പക്ഷേ അതൊന്നും അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ളത് നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എനിവേയ്സ്, ക്യാഷ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ അതിനകത്ത് നിന്ന് പെട്ടെന്ന് നമുക്ക് ഡാറ്റ എടുക്കാനും പെട്ടെന്ന് ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ്. പക്ഷേ കുറച്ച് മെമ്മറി ഉള്ളൂ, ഒരുപാട് സാധനങ്ങളൊന്നും ക്യാഷിനകത്ത് ഇരിക്കില്ല. ഇനി അതും പ്രൊസസ്സറിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു മെമ്മറിയാണ്. ഏറ്റവും പ്രൊസസ്സറിനോട് അടുത്ത് കിടക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊസസ്സറിൻ്റെ കയ്യെത്തും ദൂരത്ത് കിടക്കുന്ന പ്രൈമറി മെമ്മറി ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പെൻസാണ്. ഓക്കെ, ഭയങ്കര എക്സ്പെൻസാണ്. കാരണം ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയണം, ഏറ്റവും കൂടുതൽ തെറ്റുകളൊന്നും കൂടാണ്ട് അതിനെ സ്റ്റോർ ചെയ്യാൻ കഴിയണം, പ്രോഗ്രാംസ് മുഴുവൻ അവിടെയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സാധാ സാധനങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാട്ടും നമ്മുടെ ചിത്രങ്ങളും സിനിമയൊന്നും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരുപാടധികം ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ അതിന് നമുക്ക് പ്രൈമറി മെമ്മറിന്ന് എടുക്കേണ്ട ആവശ്യമില്ല, അത്ര എക്സ്പെൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ ചീപ്പായിട്ടുള്ള എന്നാൽ ബൾക്കായിട്ടുള്ള വേറൊരു മെമ്മറി ഉണ്ട്, അതാണ് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറമെ സെക്കൻഡറി സ്റ്റോറേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനമൊന്നും പോകുന്നില്ല, അതവിടെ നോൺ വോളട്ടൈലായിട്ട് കിടന്നോളും. ഇനി സെക്കൻഡറി മെമ്മറി നമുക്ക് ആഡ് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും കഴിയുന്ന സെക്കൻഡറി മെമ്മറീസ് ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് സെക്കൻഡറി മെമ്മറീസ് ഉണ്ട്. സോ അത് എക്സ്പെൻസീവ് ആണ്, പെർമനൻ്റ് ആണ്, വോളട്ടൈൽ അല്ല, അതായത് പവർ ഓഫ് ആകുമ്പോൾ പോവില്ല. പിന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രോഗ്രാംസ്, നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. ഇനി നമ്മൾ ഫ്രീക്വൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് ഈ സെക്കൻഡറി മെമ്മറിയിൽ ഉണ്ടാവട്ടെ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മുഴുവനും എവിടെ ഉണ്ടാവുക, നമ്മുടെ മെയിൻ മെമ്മറിയിലാണ് ഉണ്ടായിരിക്കുക, സെക്കൻഡറി മെമ്മറിയിലല്ല ഉണ്ടാവുക. പിന്നെ ആക്സസ് ടൈം കുറച്ചുകൂടെ കൂടുതലായിരിക്കും, മറ്റേതിൻ്റെ അത്രയും സ്പീഡൊന്നും ഉണ്ടാവില്ല, പെർഫോമൻസ് കുറവാണ്, കാരണം ചീപ്പാണല്ലോ കുറച്ചും കൂടെ. പിന്നെ നമ്മുടെ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഡിസ്കുകൾ, ഓപ്റ്റിക്കൽ ഡിസ്കുകൾ, CD-കൾ, DVD-കൾ, ഫ്ലാഷ് മെമ്മറി, പെൻഡ്രൈവ് സാധനങ്ങളൊക്കെ സെക്കൻഡറി മെമ്മറിയാണ്. ഹാർഡ് ഡിസ്കും ശരിക്കും സെക്കൻഡറി മെമ്മറി തന്നെയാണ് ആവുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഫങ്ഷണൽ യൂണിറ്റ്സിനകത്ത് നമുക്ക് മെമ്മറി ആയിട്ട് പറയാനുള്ളത്. ഇനി അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് നിങ്ങൾക്കറിയാം. അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്, ഓർ, എക്സോർ, ഷിഫ്റ്റ്, റൊട്ടേറ്റീവ്, കുറേ കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ALUവിനകത്തുള്ളത്. ALUവിന് ആകെ ചെയ്യാൻ
പറ്റുന്ന ആകെ ഒരേ ഒരു പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 2 കൈയുണ്ട്, 2 ഓപ്പറൻസ് അവിടെ കൈ പിടിക്കാം, കുറച്ച് പണികൾ അറിയാം, ആ പണികൾ ചെയ്യാം. ഇത് മാത്രമേ ALUവിന് അറിയുള്ളൂ. എന്ത് പണിയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ച് കൺട്രോൾ സിഗ്നൽസ് വന്നിട്ട് ALUവിന് പറഞ്ഞു കൊടുക്കും. ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അയാൾക്ക് 2 ഓപ്പറൻസ് വെച്ചിട്ട് ഒരു എയും ഒരു ബിയും ഈ 2 വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് മാത്രമേ അറിയുള്ളൂ. അത് ഇപ്പോൾ കുറേ എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ 1 by 1 ആയിട്ട് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് ഡാറ്റ പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഡാറ്റ വേർഡ് സൈസ് വെച്ചിട്ടാണ്. എത്ര ബിറ്റ് ഡാറ്റയാണ് പോകേണ്ടത്, എത്ര ബൈറ്റ് ഡാറ്റയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റാണ്. ഇനി ALUവിന് ഈ പറഞ്ഞ 2 ഓപ്പറൻസ് മാത്രം അറ്റ് എ ടൈം കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആ ഡാറ്റ മുഴുവൻ ഈ ഓപ്പറേഷന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഉള്ള ഡാറ്റ മുഴുവൻ ടെമ്പററി ആയിട്ട് എടുത്തു വെക്കാനുള്ള സ്ഥലങ്ങളാണ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. നമ്മുടെ മെമ്മറിക്ക് പുറമെ ടെമ്പററി ആയിട്ട് ഡാറ്റ എടുത്തു വെക്കുന്ന, അത് സ്റ്റോർ ചെയ്യാനൊന്നും പറയേണ്ട ആവശ്യമില്ല, ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് ടെമ്പററി ആണത്. ALU ഓപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സംഭവങ്ങളെയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈബ്രറിയിൽ കുറേ ബുക്കുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ മെമ്മറി ആയിട്ട് കണക്കാക്കാം. നമ്മളൊരു ബുക്ക് അവിടുന്ന് എടുത്ത് നമ്മളൊരു ടേബിളിൽ വന്നിട്ടാണ് വായിക്കുക അല്ലേ. അപ്പോൾ ആ പറഞ്ഞ ടേബിൾ എന്ന് പറഞ്ഞ സാധനമാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. റാക്കുകൾ മുഴുവൻ മെമ്മറി ആണെങ്കിൽ അതിനകത്തിരിക്കുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ നമ്മൾ ആ റാക്കിൽ പോയിട്ടല്ല വായിക്കുക, നമ്മൾ ഏതെങ്കിലും ടേബിളിൽ ഇരുന്നിട്ടാണ് വായിക്കുക. ആ ടേബിൾ എന്ന് പറയുന്ന സംഭവമാണ് ഈ രജിസ്റ്റർ. ഈ വായിക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ ALU അല്ലെങ്കിൽ നമ്മുടെ പ്രൊസസ്സർ എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളായിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഇരുന്നാലേ ഈ സാധനം വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അവിടെ ഷെൽഫിൻ്റെ അവിടെ നിന്ന് വായിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കട്ടെ, അത് ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. അപ്പോൾ ഇതാണ് രജിസ്റ്റേഴ്സിൻ്റെ കൺസെപ്റ്റ്. ഇനി രജിസ്റ്ററിനകത്ത് നമ്മൾ ഓരോ രജിസ്റ്ററിനകത്ത് നോർമലി ഒരു വേർഡ് ഡാറ്റയാണ് നമ്മൾ സാധാരണയായിട്ട് സ്റ്റോർ ചെയ്യുക. ദർ ആർ സോ മെനി എക്സെപ്ഷൻസ്. ഓരോ പ്രൊസസ്സറിനും ഓരോ രീതിയിൽ കുറേ വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ: 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്, 2 ബൈറ്റോ അതിൽ കൂടുതൽ ബൈറ്റോ ചേർന്നിട്ടാണ് ഒരു വേർഡ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ആക്സസ് ടൈം കുറച്ചും കൂടെ ഷോർട്ടറാണ്. കാരണം എന്താണ്, മെമ്മറി പോയിട്ട് എടുത്തുകൊണ്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഈ ടേബിളിൻ്റെ പുറത്തുണ്ട് നമ്മുടെ ഡാറ്റ മുഴുവൻ. അപ്പോൾ ഈ ടേബിളാണ് രജിസ്റ്റർ. നമുക്ക് ആവശ്യമുള്ള സാധനം മുഴുവൻ നമ്മൾ ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആക്സസ് ടൈം കുറച്ചുകൂടെ കുറവാണ്. ഇനി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻ്റർ, ഡിസ്പ്ലേ, ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റുകളാണ്. പിന്നെ ചില IO യൂണിറ്റുകളുണ്ട്, അതായത് നമ്മുടെ ടച്ച് സ്ക്രീനൊക്കെ പോലുള്ളത് IO യൂണിറ്റ്സ് ആണ്. കൺട്രോൾ യൂണിറ്റ്സ് ഉണ്ട്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. അയാളാണ് കൃത്യമായിട്ട് ഇതിൻ്റെ നെർവ് സെൻറ്റർ എന്ന് പറയുന്ന ആളാണ്. അയാളാണ് കൃത്യം കൺട്രോൾ സിഗ്നൽസ് അയക്കുക. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, ഒന്നിന് പുറമെ ഏത് വരണം, അതിന് ടൈം എത്ര നേരം വേണം, ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. ഏത് ഡാറ്റ ഇവിടുന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ, ഈ ഏത് ഡയറക്ഷനിലേക്ക് പോകണം, ഇത് മുഴുവൻ ചെയ്യുന്ന ആൾ കൺട്രോൾ യൂണിറ്റാണ്. ഇതിന് വേണ്ടിയിട്ട് കുറേ വയേഴ്സ് ഉണ്ട്. ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കുറേ കൺട്രോൾ സിഗ്നൽസ് പോകുന്ന വയറുകളാണ്. ഇതിനെയാണ് നമ്മൾ, ഈ വയറുകളെയാണ് നമ്മൾ ബസ് എന്ന് വിളിക്കുക. ഓക്കെ, നമ്മളതിനെക്കുറിച്ച് പിന്നീട് പറയും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫങ്ഷണൽ യൂണിറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.